ഹായ് സ്റ്റുഡൻസ്, ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് +1 അക്കൗണ്ടൻസിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ റൂൾസാണ്, നിയമങ്ങളാണ്. ഒരു ട്രാൻസാക്ഷൻസ് എവിടെ എഴുതണ്ടേ, അങ്ങനെയൊക്കെ കുറച്ച് റൂൾസ് പഠിച്ചു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം വളരെ എളുപ്പമായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ അക്കൗണ്ട് ഇക്വേഷൻ എന്താണെന്ന് പറയാം. അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. നമുക്ക് ഈ പ്രോബ്ലത്തിൽ മെയിനായിട്ട് വരുന്ന അസറ്റ്സാണ് ക്യാഷ്, സ്റ്റോക്ക്, ഫർണിച്ചർ, മെഷീനറി, ഡെപ്റ്റേഴ്സ്. ബാങ്കിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ബാങ്കിന് നമുക്ക് അസറ്റായിട്ട് കണക്കാക്കാം. ഇനി മെയിൻ ലയബിലിറ്റീസ് വരുന്നതാണ് ക്രെഡിറ്റേഴ്സ്, ബിൽസ്, പേയബിൾ, പ്രീപെയ്ഡ് ഇൻകം ഒക്കെ നമുക്ക് ലയബിലിറ്റീസ് ആയിട്ട് കണക്കാക്കാം. ഇനി ഇൻകം റിസീവ്ഡ്, എക്സ്പെൻസസ് പെയ്ഡ്, ഡ്രോയിങ്സ്, ഈ 3 ഐറ്റങ്ങളുണ്ട്. അപ്പോൾ ഇൻകം നമുക്ക് റിസീവ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ക്യാഷിൽ ആഡ് ചെയ്യണം, ക്യാപിറ്റലിലും ആഡ് ചെയ്യണം. എക്സ്പെൻസസ് പേ ചെയ്യുമ്പോൾ ക്യാഷിൽ നിന്നും കുറയ്ക്കണം, ക്യാപിറ്റലിൽ നിന്നും കുറയ്ക്കണം. പേഴ്സണൽ ഡ്രോയിങ്സ് ചെയ്യുമ്പോഴും ക്യാഷിൽ നിന്നും കുറയ്ക്കണം, ക്യാപിറ്റലിൽ നിന്നും കുറയ്ക്കണം. ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് അതിൻ്റെ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണെന്ന് പഠിക്കുക, ഏതൊക്കെ ഐറ്റംസാണ് നമുക്കിതിൽ വരണതെന്ന് എഴുതി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ട്രാൻസാക്ഷൻസ് നോക്കാം. അപ്പം ഞാൻ പ്രോബ്ലം ആയിട്ടല്ല പറയണേ, ട്രാൻസാക്ഷൻസ് ആയിട്ട് പറഞ്ഞിട്ട് ഓരോന്ന് ഏത് കോളത്തിൽ ആഡ് ചെയ്യണം, സബ്സ്ട്രാക്ട് ചെയ്യണം, അതാണ് ഇവിടെ പറയണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോമൺലി നമുക്കൊരു 8 ക്വസ്റ്റ്യൻസാണ് സാധാരണ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത്. അപ്പോൾ ആ 8 ക്വസ്റ്റ്യൻസ് ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ അപൂർവമായിട്ട് വരുന്നത് ലാസ്റ്റ് ടോപ്പിക്കായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ കമൻസ്ഡ് ബിസിനസ്, രാജു കമൻസ്ഡ് ബിസിനസ് വിത്ത് ₹10,000 20,000 എന്നൊക്കെ തരാണ്. പിന്നെ അവിടെ എമൗണ്ട് ഒന്നും പറയുന്നില്ല. സ്റ്റാർട്ടഡ് ബിസിനസ് അല്ലെങ്കിൽ കമൻസ്ഡ് ബിസിനസ് എന്നൊക്കെ കാണുകയാണെങ്കിൽ അത് നമ്മുടെ അസറ്റിൻ്റെ ക്യാഷിലും കൂടും, ക്യാപിറ്റലിനും കൂടും. അപ്പോൾ നമുക്കിവിടെ 2 അക്കൗണ്ടുകൾ ഉണ്ടാക്കണം, ക്യാഷും ഉണ്ടാക്കണം, ക്യാപിറ്റൽ. അപ്പോൾ ക്യാഷിൽ കൂടും, അക്കൗണ്ടിൽ കൂടും. ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ്, കാശ് കൊടുത്ത് ഗുഡ്സ് വാങ്ങിച്ചു അല്ലേ. അപ്പോൾ കാശ് കൊടുക്കുമ്പോൾ ക്യാഷ് കുറയ്ക്കണം, കാശ് കൊടുത്തിട്ട് ഗുഡ്സ് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് കൂടി, ഗുഡ്സിനെ നമ്മൾ സ്റ്റോക്കായിട്ട് കണക്കാക്കുക. അപ്പോൾ ക്യാഷിൽ നിന്ന് കുറയ്ക്കുക, സ്റ്റോക്കിൽ ആഡ് ചെയ്യുക. ബോട്ട് ഫർണിച്ചർ, ഇവിടെ നമുക്ക് ക്യാഷ് എന്നൊന്നും പറഞ്ഞിട്ടില്ല, എന്നാലും ഫർണിച്ചർ വാങ്ങിച്ചു, നമ്മൾ പൈസ കൊടുക്കാണ്ട് ഫർണിച്ചർ വാങ്ങിക്കില്ല അല്ലേ. അപ്പോൾ ഇവിടെ ഒന്നും തന്നില്ലെങ്കിലും അത് ക്യാഷ് പർച്ചേസ് ആയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ക്യാഷിൽ നിന്ന് കുറച്ചിട്ടാണ് ഫർണിച്ചർ വാങ്ങിക്കുന്നത്. അപ്പോൾ ക്യാഷ് കുറയ്ക്കുക, ഫർണിച്ചർ ആഡ് ചെയ്യുക. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്, കടമായിട്ട് സ്റ്റോക്ക് വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് വാങ്ങിച്ചു, അപ്പോൾ സ്റ്റോക്ക് കൂടി, പക്ഷെ കടം ആയിട്ടാണ് വാങ്ങിച്ചത്, അപ്പോൾ കടക്കാരും കൂടി. അപ്പോൾ സ്റ്റോക്കും ആഡ് ചെയ്തു, ക്രെഡിറ്ററും ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ് ആണെങ്കിൽ ക്യാഷിൽ നിന്ന് കുറച്ചു, സ്റ്റോക്ക് ആഡ് ചെയ്തു. ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ആണെങ്കിൽ സ്റ്റോക്കും ആഡ് ചെയ്യണം, ക്രെഡിറ്റേഴ്സും ആഡ് ചെയ്യണം. ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സിന് ക്യാഷ് കൊടുത്തു. ക്യാഷ് കൊടുക്കുമ്പോൾ ക്യാഷും കുറയും, ക്രെഡിറ്റേഴ്സിൻ്റെ നമ്മുടെ ബാധ്യതയും കുറയും അല്ലേ, ക്രെഡിറ്ററും കുറയും. ക്രെഡിറ്റർ ഒരു ലയബിലിറ്റിയാണ് കേട്ടോ. ഈ പെയ്ഡ് സാലറി ഐറ്റം ഐഡൻറ്റിഫൈ ചെയ്യുക. പെയ്ഡ് സാലറി ഒരു എക്സ്പെൻസാണ്. അപ്പോൾ ക്യാഷിൽ നിന്നും കുറയ്ക്കണം, ക്യാപിറ്റലിൽ നിന്നും കുറയ്ക്കണം. അപ്പോൾ എക്സ്പെൻസസും ഇൻകംസും വരുമ്പോൾ 2 അക്കൗണ്ടും നമ്മൾ കുറയ്ക്കണം, ക്യാഷിൽ നിന്നും കുറയ്ക്കണം, ക്യാപിറ്റലിൽ നിന്നും കുറയ്ക്കണം. നമുക്ക് അസറ്റ്സും ലയബിലിറ്റീസും ക്യാപിറ്റലും മാത്രമേ നമ്മുടെ അക്കൗണ്ട് ഇക്വേഷൻ ബോക്സിൽ ഉണ്ടാവാൻ പാടുള്ളൂ. എക്സ്പെൻസസും ഇൻകംസും എഴുതില്ല. അതിന് പകരമായിട്ടാണ് നമ്മൾ ക്യാഷിൽ നിന്നും കുറയ്ക്കുന്നത്, ക്യാപിറ്റലിൽ നിന്നും കുറയ്ക്കുന്നത്. ഇനി റിസീവ്ഡ് കമ്മീഷൻ കിട്ടി, അതായത് നമ്മുടെ ഒരു വരുമാനമാണ്, ഇൻകമാണ്. ഇൻകം വരുമ്പോൾ ക്യാഷിലും ആഡ് ചെയ്യണം, ക്യാപിറ്റലിലും ആഡ് ചെയ്യണം. ഇനി വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ്, നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ പിൻവലിച്ചു. ക്യാപിറ്റലിൽ നിന്നാണ് പിൻവലിക്കുന്നത് അല്ലേ, ക്യാപിറ്റലിൽ നിന്ന് കാശായിട്ട് പിൻവലിച്ചു. അപ്പോൾ ക്യാഷിൽ നിന്നും കുറയ്ക്കുക, ക്യാപിറ്റലിൽ നിന്നും കുറയ്ക്കുക. ഈ ഒരു 8 ഐറ്റം നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വയ്ക്കുക. ഐറ്റംസ് ഏത് അക്കൗണ്ടാണ്, ആ അക്കൗണ്ടിൽ കൂടാണോ കുറയാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഒരു എന്താ പറയുക അക്കൗണ്ട് ഇക്വേഷൻ്റെ ബോക്സ് വരച്ചിട്ട് അല്ലെങ്കിൽ ഇക്വേഷൻ ഫോമിൽ നമുക്ക് ചെയ്യാം. ആദ്യം ഐറ്റംസ് പഠിക്കാം, ഓരോന്നും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞിട്ട് പ്രോബ്ലമായിട്ട് ചെയ്താൽ മതി. ഇതാണ് സാധാരണ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന മെജോറിറ്റി ആയിട്ട് വരുന്ന ട്രാൻസാക്ഷൻസ്. ഇനി അപൂർവമായിട്ട് കാണുന്ന കുറച്ച് ഐറ്റംസും കൂടി ട്രാൻസാക്ഷൻസും കൂടി ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നാണ് പറയുന്നത്. പുതിയൊരു ക്യാപിറ്റലും കൂടി കൊണ്ടുവന്നു, കുറച്ച് പൈസയും കൂടി ബിസിനസ്സിലേക്ക് ആഡ് ചെയ്തു. അപ്പോഴും എന്ത് തന്നെയാണ്, ക്യാഷിൽ ആഡ് ചെയ്യുക, ക്യാപിറ്റലിലും ആഡ് ചെയ്യുക. ഇനി ഈ 10ാമത്തെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഒരു ഗുഡ്സ് സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് ₹6,500 ഓൺ ക്രെഡിറ്റ് ഫോർ ₹8,000. അതായത്
6500 വില വരുന്ന സാധനം 8000 രൂപയ്ക്ക് വിറ്റുന്ന്. ഗുഡ്സിൻ്റെ വില 6500 അപ്പോൾ അത് നമ്മൾ സ്റ്റോക്കിൽ നിന്ന് എന്ത് കുറയ്ക്കണം? 6500 കുറയ്ക്കണം. എന്നിട്ട് നമ്മൾ എത്ര രൂപയ്ക്കാണ് അത് വിറ്റേ? കടമായിട്ടാണ് വിറ്റേ. 8000 രൂപയ്ക്കാണ് വിറ്റത്. കടമായിട്ട് നമ്മൾ വിൽക്കുമ്പോൾ അവിടെ ഡെപ്റ്റേഴ്സ് വരും. ഡെപ്റ്റേഴ്സ് അസറ്റ് തന്നെയാണ്. സ്റ്റോക്ക് അസറ്റ് തന്നെയാണ്, ഡെപ്റ്റേഴ്സ് അസറ്റ് തന്നെയാണ്. അപ്പോൾ സ്റ്റോക്കിൽ നിന്ന് 6500 കുറയ്ക്കുക. ഡെപ്റ്റേഴ്സിൽ നമ്മൾ ഡെപ്റ്റേഴ്സ് കടമായിട്ട് കൊടുത്തത് 8000 രൂപയാണ്. അപ്പോൾ നമ്മൾ ബുക്കിൽ എഴുതുമ്പോൾ 8000 രൂപ എഴുതും. അവർ നമുക്ക് തരാനായിട്ടുള്ളത് എത്രയാണ്? 8000 എന്ന് എഴുതാം. നമുക്ക് കിട്ടിയ ലാഭം അല്ലേ? 6500 രൂപ സാധനം നമ്മൾ 8000 രൂപയ്ക്ക് വിൽക്കുകയാണ്. കട ആയതുകൊണ്ടാണ് നമ്മൾ കൂട്ടി വിൽക്കുന്നത് അല്ലേ? അപ്പോൾ അത് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടും. ആ പ്രോഫിറ്റിനെ നമ്മൾ ക്യാപിറ്റലിലേക്ക് കൊണ്ടു കൊടുക്കണം കേട്ടോ. അപ്പോൾ സ്റ്റോക്കിൽ നിന്ന് 6500 കുറച്ചു, ഡെപ്റ്റേഴ്സിൽ 8000 കൂട്ടി, പ്രോഫിറ്റ്. ഇത് തമ്മിലുള്ള ഡിഫറൻസാണ് ഈ 1500. അത് ക്യാപിറ്റലിൽ ആഡ് ചെയ്ത് എഴുതാം. ഇതേ ഐറ്റം തന്നെ നമുക്ക് പർച്ചേസിലും ചെയ്യാം. നമ്മൾ ഒരു സാധനം മേടിക്കുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടാമല്ലോ. അപ്പോൾ അതേമാതിരി തന്നെ പർച്ചേസ് ഗുഡ്സ് വർത്ത് ₹2000 ആൻഡ് പെയ്ഡ് ₹1500 ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ്. അപ്പോൾ 2000 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചു. അപ്പം തന്നെ ഞാൻ കാശ് കൊടുത്ത കാരണം കൊണ്ട് എനിക്കൊരു അവർ പറഞ്ഞു 2000 തരണ്ട, 1500 തന്നാൽ മതി. അപ്പോൾ നമുക്കൊരു ഡിസ്കൗണ്ട് അവിടെ 500 രൂപ ഡിസ്കൗണ്ട് കിട്ടി അല്ലേ? അപ്പോൾ നമ്മൾ 2000 രൂപയ്ക്ക് സ്റ്റോക്ക് വാങ്ങിച്ചപ്പോൾ സ്റ്റോക്കിൻ്റെ അവിടെ 2000 എന്ന് എഴുതുക. ക്യാഷ് എത്രയാണ് നമ്മൾ പേ ചെയ്തത്? 1500. അപ്പോൾ കാശിൽ നിന്ന് 1500 കുറയ്ക്കുക. നമുക്ക് കിട്ടിയ ലാഭം 500 രൂപ ലാഭം കിട്ടിയിട്ടുണ്ട്. ആ ലാഭം നമ്മൾ ക്യാപിറ്റലിൽ കൊണ്ട് എഴുതാം കേട്ടോ. അപ്പോൾ സ്റ്റോക്കിൽ 2000 എഴുതണം. സ്റ്റോക്കിൻ്റെ വില നമ്മളെടുത്ത കാശ് എത്രയാണ്? 1500. അത് ആ ക്യാഷിൽ നിന്ന് കുറയ്ക്കുക. എന്നിട്ട് നമുക്ക് കിട്ടിയ ലാഭം ബാക്കി 500 രൂപയുണ്ട് അല്ലേ? ആ 500 രൂപ ക്യാപിറ്റലിൽ എഴുതി വയ്ക്കും. ഇനി വിഡ്രോ ക്യാഷ് ഫോർ ഓഫീസ് യൂസ്. ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടി പൈസ പിൻവലിച്ചു. ഓഫീസ് ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു ചിലവാണ്. ഓഫീസിലേക്ക് വല്ല സ്റ്റേഷനറി വാങ്ങിക്കുകയോ പേപ്പർ വാങ്ങിക്കുകയോ പേന വാങ്ങിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് ക്യാഷിൽ നിന്നും കുറയ്ക്കണം, ക്യാപിറ്റലിൽ നിന്നും കുറയ്ക്കണം. നമ്മുടെ ഡ്രോയിങ്സ് പോലെ തന്നെയാണ്, പക്ഷേ പേര് പറയുമ്പോൾ ഓഫീസ് യൂസും പേഴ്സണൽ യൂസും എന്ന് പറയും. അപ്പോൾ രണ്ടും ക്യാഷിൽ നിന്ന് കുറയ്ക്കുക, ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കുക. കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. വെറും കമ്മീഷൻ ആണെങ്കിൽ നമ്മളെന്ത് ചെയ്യുക? ക്യാഷിലും ആഡ് ചെയ്യുക, എക്സ്പെൻസാണ് അല്ലേ? ക്യാഷിലും ആഡ് ചെയ്യുക, ക്യാപിറ്റലിൽ ആഡ് ചെയ്യുക. പക്ഷെ ഇത് മുൻകൂട്ടി നമുക്ക് കമ്മീഷൻ കിട്ടി. അടുത്ത മാസത്തെ കാശ് ഈ മാസം കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് നമുക്ക് അർഹതയില്ലാത്ത പൈസ മുൻകൂട്ടി കിട്ടണതാണ്. അപ്പോൾ അതൊരു ലൈബിലിറ്റി ആയിട്ട് കണക്കാക്കണം. പ്രീപെയ്ഡ് ഇൻകം ഒരു ലൈബിലിറ്റിയാണ്, ഒരു ബാധ്യത പോലെയാണ് അല്ലേ? നമുക്ക് അർഹതയില്ലാത്തത് നമുക്ക് മുൻകൂട്ടി കിട്ടി. അപ്പോൾ അങ്ങനെ അഡ്വാൻസ് ആയിട്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ക്യാഷിൽ ആഡ് ചെയ്യുക. ക്യാപിറ്റലിലേക്ക് പകരം നമ്മൾ ലൈബിലിറ്റിയിൽ പ്രീപെയ്ഡ് ഇൻകം എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ക്യാഷിലും ആഡ് ചെയ്യണം, പ്രീപെയ്ഡ് ഇൻകത്തിലും ആഡ് ചെയ്യണം. ഇനി ക്യാഷ് ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക്. ഇത് സാധാരണ ക്യാഷ് ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ അല്ലെങ്കിൽ ക്യാഷ് ബുക്കിലൊക്കെയാണ് വരാറ്. ഒരു ഇതിൽ നമ്മളൊരു പ്രോബ്ലത്തിൽ കണ്ടു ഇങ്ങനെ ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. അക്കൗണ്ടിങ് ഇക്വേഷനിൽ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ക്യാഷ് നമ്മുടെ കയ്യിലത്തെ പൈസ എടുത്ത് ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. ക്യാഷും നമ്മുടെ അസറ്റ് തന്നെയാണ്. ക്യാഷ് അറ്റ് ബാങ്കും നമ്മുടെ കയ്യിലുള്ള ക്യാഷും നമ്മുടെ അസറ്റാണ്. ക്യാഷ് അറ്റ് ബാങ്കും നമ്മുടെ അസറ്റ് തന്നെയാണ്. അപ്പോൾ ക്യാഷിൽ നിന്ന് പിൻവലിച്ച് ബാങ്കിൽ കൊണ്ടിട്ടു. അപ്പോൾ ക്യാഷിൽ മൈനസ് ചെയ്യുക, ബാങ്കിൽ ആഡ് ചെയ്യുക. ഇത് രണ്ടും അസറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ഐറ്റംസാണ്. ഈ ഐറ്റംസിൻ്റെ ട്രാൻസാക്ഷൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പമാണ്. അക്കൗണ്ടൻസിയിൽ പ്രോബ്ലം ചെയ്യണേക്കാളും പ്രോബ്ലം എങ്ങനെ ചെയ്യണം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്ര ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് കുറേ കണക്ക് ചെയ്തിട്ട് നമുക്ക് കണക്ക് ചെയ്ത് പഠിക്കുമ്പോൾ കുറേ സമയമെടുക്കും. അപ്പോൾ ആദ്യം തന്നെ റൂൾസ്, ഓരോ ഐറ്റംസ് എന്താ ചെയ്യേണ്ടത്, ഏത് അക്കൗണ്ടിലാണ് എഴുതേണ്ടത്, ഏത് സൈഡിലാണ്, അസറ്റ് സൈഡിലാണോ ലൈബിലിറ്റി സൈഡിലാണോ ക്യാപിറ്റലിലാണോ എഴുതണേന്നൊക്കെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ടൊരു 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 4 മാർക്ക് ടു 6 മാർക്ക് വരെയുള്ള പ്രോബ്ലംസാണ് സാധാരണ വരുന്നത്. അപ്പോൾ നന്നായി എഴുതി വെച്ച് ഓരോ ഐറ്റംസ് പഠിച്ചു കഴിഞ്ഞിട്ട് പ്രോബ്ലം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും.